ഈ പാടത്തേക്ക് നോക്കൂട്ടോ, നിറയെ ചിരങ്ങ, അതുപോലെ കക്കേരി, ചീര, വെണ്ട. ഈ രാവിലെ തൊട്ടിട്ട് ഉച്ച വരെ ഇവിടെ ഫുൾ അധ്വാനമാണ്. കൃഷി ചെയ്ത് ഒരു വൈകുന്നേരം 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വാങ്ങിക്കാൻ ഇഷ്ടം പോലെ ആൾ വരും. ഇത് ഈ പാടത്തന്നെ സൈഡിൽ വെച്ചിട്ട് അയാൾ കുറേ കൊട്ടയിലൊക്കെ ആക്കിയിട്ട് ഇവിടുന്ന് പൊട്ടിച്ചെടുത്ത നല്ല ഇളം പച്ച വെണ്ട, അതേപോലെ അരിഞ്ഞെടുത്തിട്ടുള്ള ചീര ഒക്കെ ഇവിടെ വെച്ചിട്ട് തന്നെ വിൽക്കുകയാണ് കേട്ടോ. ഇതിൽ രാസവളങ്ങൾ ഒന്നും ഉപയോഗിക്കുന്നില്ല, ഫുള്ള് ജൈവവളം. അതായത് ചാണകപ്പൊടി, അതുപോലെ ആട്ടിൻകാഷ്ടം, മറ്റുള്ള ജൈവവളങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുക്കളത്തോട്ടത്തിൻ്റെ ആ ഒരു നല്ല രീതിയിൽ ഇത് കഴിക്കാൻ പറ്റും, ഒരു വിഷമില്ലാതെ. നല്ല വെയിലേറ്റ് കിടക്കുന്ന പാടമാണ്. ഇപ്പോൾ ഈ വേനൽ കൂടി ആയതുകൊണ്ട് നല്ല വെയിലാണ്. പക്ഷേ രാവിലെയും വൈകുന്നേരം നന്നായിട്ട് നനച്ച് കൊടുക്കണം. ഈ വെണ്ടൊക്കെ പൂ വിരിഞ്ഞ് നിൽക്കുകയാണ്. ചിലതുമായി ഇളം ചെറിയ വെണ്ടകൾ നല്ലവണ്ണം ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും ചില ഭാഗം എന്ത് ചെയ്യും, മൂപ്പ് എത്തിയിട്ടുണ്ടാവും. അത്യാവശ്യം പൊട്ടിക്കാൻ പ്രായമായിട്ടുള്ള ഇളയ വെണ്ട തന്നെയാണ് അയാൾ പൊട്ടിച്ചെടുക്കുന്നത്. ഈ പൊട്ടിച്ചെടുത്തത് ഇവിടെ തന്നെ റോഡ് സൈഡിൽ വെച്ചിട്ട് ഇരുന്ന് നമുക്ക് വിൽക്കുന്നതും കാണാൻ പറ്റും. പിന്നെ ഇതിൽ പലതിനും മത്തൻ്റെ, അതുപോലെ മറ്റു ചിലതിനൊക്കെ ഇലകൾ എടുക്കാൻ വേണ്ടിയിട്ടും ആളുകൾ ചോദിക്കാറുണ്ട് ഇക്കനോട്. പിന്നെ നമുക്ക് ഈ തോട്ടത്തിലൊക്കെ നടന്ന് കാണാനുള്ള അവസരമുണ്ട് കേട്ടോ. ഒരു സൈഡിൽ കുറേ സൂര്യകാന്തി വിരിഞ്ഞു വരുന്നുണ്ട്, അതിൻ്റെ കൃഷി ആവുന്നേ ഉള്ളൂ. ഒരു ഭാഗം ഇത് പ്രാക്ക് തട്ടായിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോലം നമ്മൾ കൃഷിത്തോട്ടത്തിൽ കുത്തിവെക്കുന്നതാണ്. ഞാൻ കണ്ടപ്പോൾ ശ്രദ്ധിച്ചാണ്. ഇത് കണ്ടോ, ഇത് കക്കേരിയുടെ തോട്ടമുണ്ട്. 2 സൈഡിലേക്ക് കാല് കൊടുത്തിട്ട് ചെരിവായിട്ട് സ്ലോപ്പായിട്ട് വള്ളികൾ കൊടുത്ത് അതിൽ നിറയെ കക്കേരി കൃഷിയാണ്. നമ്മളെ കക്കേരിക്ക കണ്ട കംപ്ലീറ്റ് ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഷുഗർ കുറക്കാനും മറ്റൊക്കെ ഏറ്റവും നല്ല ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ ഉള്ള ഒരു പച്ചക്കറിയിൽ പെട്ടാണ് കക്കേരിക്ക. അത് അയാൾ കുറേ പൊട്ടിച്ചെടുത്ത് ഇവിടെ കൊട്ടയിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ഇളയ, മൂപ്പൊന്നും എത്താത്ത ഇളയതാണ്. അതുകൊണ്ട് തന്നെ അത് കഴിക്കാൻ പ്രത്യേക രസമാണ്. നമ്മൾ കടയിൽ നിന്ന് വരുന്ന തമിഴ്നാട്ടിൽ നിന്ന് മറ്റുമൊക്കെ വാങ്ങിച്ചാണല്ലോ. പക്ഷേ ഇത് ഒരു പാൽ കക്കേരി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തിന്നുമ്പോൾ അങ്ങനത്തെ ഒരു ടേസ്റ്റാണ്. പയർ കണ്ടോ, നീളം പയർ, പച്ചപ്പയറാണ്. അത് വള്ളികളിലായിട്ട്, പക്ഷേ അത്ര അധികമൊന്നും ആയിട്ടില്ല. കുറച്ച് വള്ളികളിട്ടിട്ട് അതിലൊക്കെ കായ്ച്ച് നിൽക്കുന്നൊരു കാഴ്ചയാണ്. പിന്നെ ഒരു സൈഡിൽ കംപ്ലീറ്റ് ചിരങ്ങൻ്റെ തോട്ടമുണ്ട്. അതിൽ കുറച്ചൊക്കെ ചിരങ്ങകളുണ്ടായി നിൽക്കുന്നുണ്ട്. പയറിൻ്റെ ഇല പൊട്ടിച്ചെടുത്തിട്ട് പയറിൻ്റെ ഇലയും അതുപോലെ തേങ്ങ ചിരകിയവും കൂടി കൂട്ടിയിട്ട് ഉപ്പേരി ഉണ്ടാക്കും കേട്ടോ. അത് ഭയങ്കര രസമാണ്. വീടുകളിൽ ഉണ്ടാക്കിയവർക്ക് അറിയാം അതിൻ്റെ ആ ഒരു രുചി. നമുക്ക് പൈസ കൊടുത്ത് കടയിൽ നിന്നൊന്നും വാങ്ങിച്ചാൽ കിട്ടുന്ന ഒരു സാധനത്തിനും അല്ല ഈ പയറിൻ്റെ ഇല. അതുകൊണ്ട് തന്നെ നല്ല രുചിയുള്ള സംഭവമാണ്. അതുപോലെ ഈ മത്തൻ്റെ ഇല, കുമ്പളത്തിൻ്റെ ഇല, ഇതൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കും. പിന്നെ വെള്ളരി ഉണ്ടായി നിൽക്കുന്നുണ്ട്, നല്ല മഞ്ഞ വെള്ളരി. ഈ വെള്ളരി എന്ന് പറഞ്ഞാൽ സാധാരണ വെള്ളരിനേക്കാളും കൂടുതൽ നല്ല വേനൽ സമയമായതുകൊണ്ട് കൂടിയായിരിക്കും വെയിലേറ്റിട്ട് നല്ല മഞ്ഞ കളറ് ആ വെള്ളരിക്കുണ്ട്. പിന്നെ ഇതിൻ്റെ വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയിൽ നിന്ന് ഇറക്കുന്ന നല്ല ഇനം വിത്തുകളാണ്. അതിൻ്റെ ഒരു കളറ് കൂടിയുണ്ട്. പിന്നെ വിഷുവിൻ്റെയൊക്കെ സമയമായതുകൊണ്ട് കണി വെള്ളരി ഉണ്ടാക്കുന്ന സമയമാണ്. നല്ല തണ്ണിമത്തനും കാഴ്ച നിൽക്കുന്നുണ്ട്. ഒരുപാട് ചെറിയ തണ്ണിമത്തൻ, അത് നമ്മൾ അപൂർവമായിട്ട് കാണുന്ന കാഴ്ചയാണ്. പിന്നീട് ക്രമേണ വലുപ്പം വെച്ചിട്ടാണ് പിന്നെ നമ്മൾ മാർക്കറ്റിലൊക്കെ കാണുന്നത്. ഇത് ഫുള്ള് ചീരയാണ് കേട്ടോ. ഇതിൽ കൂടി വണ്ടിയിൽ പോകുന്ന ആൾക്കാരും ഇത് കാണുന്നവരൊക്കെ ഭയങ്കര കൗതുകത്തോടെ അവിടെ നിന്നിട്ട് ചീര കെട്ട് വാങ്ങിക്കുകയാണ്. ഒരു കെട്ടിന് 30 രൂപ വെച്ചിട്ടാണ് വിൽക്കുന്നത്. നല്ല പച്ചയും ചുവപ്പും ചീര ഉണ്ട് കേട്ടോ, രസകരമാണ്.